കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ, SBT ജംഗ്ഷൻ, ശ്രീകൃഷ്ണപുരം, പാലക്കാട്. മട്ടുപ്പാവിലെ കൃഷി ജയപ്രീതയ്ക്ക് വീണ്ടും അംഗീകാരം. ലണ്ടൻ ആസ്ഥാനമായുള്ള ടൈം വേൾഡ് റെക്കോർഡാണ് ഇപ്പോൾ ലഭിച്ചത്. മട്ടുപ്പാവിൽ തുടങ്ങിയ കൃഷി കേന്ദ്രീകൃത സംരംഭ പ്രവർത്തനങ്ങൾക്ക് കരിമ്പ ഇടക്കുറിശി കപ്പടം സ്കൂളിന് സമീപം താമസിക്കുന്ന തോട്ടിങ്ങൽ ജയപ്രീതയ്ക്ക് ലണ്ടൻ ആസ്ഥാനമായുള്ള ടൈം വേൾഡ് റെക്കോർഡ് പുരസ്കാരം. വൃന്ദാവനം എന്ന് പേരിട്ട് നവീകരിച്ച ഈ മട്ടുപ്പാവ് കൃഷിയിൽ ഇനി ഇല്ലാത്തതൊന്നുമില്ല. ഒരു വീട്ടമ്മ കൃഷിക്ക് നൽകുന്ന പ്രാധാന്യം പരിഗണിച്ച് മുമ്പും നിരവധി അംഗീകാരങ്ങൾ ജയപ്രീതയെ തേടിയെത്തിയിരുന്നു. മധുരമുള്ള കിഴങ്ങ് ടെറസിൽ ഉൽപ്പാദിപ്പിച്ചതുകൂടി പരിഗണിച്ചാണ് ടൈം വേൾഡ് റെക്കോർഡ്. നനയ്ക്കാനും വിളവെടുക്കാനും മറ്റു പരിചരണത്തിനുമൊക്കെ രാവിലെയും വൈകിട്ടും ഏറെ സമയം കൃഷിയിലേക്കിറങ്ങും. വെറുതെയിരിക്കുന്ന പതിവില്ല. കൃഷിയും ടൈലറിങ്ങും കേക്ക് നിർമ്മാണവുമൊക്കെയായി തങ്ങൾക്ക് കൂടി അഭിമാനം നേടിത്തരുന്നുവെന്ന് ഭർത്താവും മക്കളും പറഞ്ഞു. കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് അഭിമാനമുള്ളൂ. പിന്നെ അത് മാത്രമല്ല, എല്ലാ വീട്ടും പോലെ സീരിയൽ കണ്ടിരിക്കുക അങ്ങനത്തെ ഒന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. മുഴുവൻ സമയം കൃഷി അല്ലെങ്കിൽ മറ്റുള്ള തയ്യലാണെങ്കിലും കേക്ക് ഉണ്ടാക്കലാണെങ്കിലും ഞങ്ങളുടെയൊക്കെ കാര്യം നോക്കലും അതൊക്കെ തന്നെ ഉള്ളൂ. എന്തെങ്കിലും ഒരു പുനരുൽപാദനമായിട്ടുള്ള എന്തെങ്കിലും കാര്യം ചെയ്യും അല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെ. വെറുതെ ഒരു മിനിറ്റ് പോലും കളയില്ല. എന്തൊക്കെ ഇപ്പൊ ചെയ്യുന്നത്? കേക്ക് ഉണ്ടാക്കുന്നുണ്ട്. പലവിധം കേക്കുകൾ, ബിസ്ക്കറ്റ്, അങ്ങനെ ഒരുപാട് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ തയ്യല് എല്ലാ ലേഡീസ് വർക്കും ചെയ്യുന്നുണ്ട്. കരിമ്പ ഗ്രാമപഞ്ചായത്ത്, കുടുംബശ്രീ ഉൾപ്പെടെ വിവിധ കൂട്ടായ്മകൾ ജയപ്രീതയെ ആദരിച്ചിരുന്നു. കൃഷിസ്ഥലമില്ലാത്ത കുടുംബങ്ങൾക്ക് പച്ചക്കറി ലഭ്യമാക്കാൻ ഏറെ അനുയോജ്യമാണ് മട്ടുപ്പാവ് കൃഷിയെന്നും കുറഞ്ഞ ചെലവിൽ ഏറ്റവും നല്ല പച്ചക്കറികൾ ആവശ്യാനുസരണം ലഭിക്കുന്നു എന്നതാണ് വലിയ ലാഭമെന്നും ജയപ്രീത പറയുന്നു. വിവിധ ഇനം പച്ചക്കറികൾക്ക് പുറമെ താമരയും ആമ്പലും 36 ഇനം പഴവർഗ്ഗങ്ങളും ജയപ്രീതയുടെ തോട്ടത്തിലുണ്ട്. ടെറസിന് മുകളിൽ ശീതകാല പച്ചക്കറി കൃഷിയുടെ പരിചരണത്തിലാണ്. ഇപ്പോൾ വളപ്രയോഗത്തിൽ ഏറെ ശ്രദ്ധ പുലർത്തിയാണ് കൃഷി. മാരക രാസവളങ്ങൾക്ക് പകരം വീട്ടിൽ സ്വന്തമായി നിർമ്മിച്ച ജൈവവളങ്ങളും ജൈവ കീടനാശിനികളുമാണ് ഉപയോഗിക്കുന്നത്. ഭർത്താവ് റിനേഷും കർഷകനാണ്.